മധ്യത്തിലായിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. And once again, I'm happy to be in your midst. ഇന്ന് രാത്രിയും ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാട്ട്. And if you have the assurance that God is going to speak to you tonight, then you can praise God. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവൻ ദൈവം നൽകിയ ദൂത് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. And tonight I'm going to share what the Holy Spirit has put in my heart. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് മാത്രമല്ല വിടുതൽ നടക്കാൻ പോകുന്നത്. മൈലുകൾക്കപ്പുറത്ത് ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളും നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പെടുത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ. And tonight, not only here, but all those who are watching us online, they are also going to be getting delivered. Just praise God and just listen to the voice of God. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. Because tonight is the night of deliverance. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവൻ ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയാ. Because tonight Holy Spirit and God is going to work among us. എനിക്കറിയാം ഇന്ന് രാത്രി പിശാച് കവർന്നെടുത്തത് തിരിച്ചു വെക്കേണ്ട രാത്രിയാ. And today God is going to restore what the enemy has taken from us. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, our God is a God of restoration. Hallelujah, praise the Lord. ഇന്നലെ രാത്രി ഞാൻ നഷ്ടപരിഹാരത്തിന് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം എന്ന് പറഞ്ഞു. And because we heard yesterday about our God is a God who restores. നമ്മുടെ നഷ്ടങ്ങളെ ദൈവം മടക്കി തരുന്നു. And all our loss he returns to us. ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി പറഞ്ഞ ദൂതിൻ്റെ ഒപ്പം തന്നെ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയാൻ പറഞ്ഞ, ഇന്നലെ റെസ്റ്റോറേഷൻ ആണെങ്കിൽ ഇന്ന് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. റെസ്റ്റിറ്റ്യൂഷൻ മീൻസ് Yesterday what God spoke us about restoration, but today is restitution. യെസ്, റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ പലിശ സഹിതം തിരിച്ചു തരുന്നതിനാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. And restitution means not only you get what you lost, but with interest you'll get return more what you lost. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. And that's what today I'm going to speak about. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നിരുന്നപ്പം ദൈവാത്മാവ് എന്നെ 2 മെസ്സേജാണ് കാണിച്ചത്. ഒന്ന് റെസ്റ്റോറേഷൻ, അടുത്തത് റെസ്റ്റിറ്റ്യൂഷൻ. And last night the Holy Spirit showed me 2 messages about restoration and restitution. ആമേൻ. വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. The book of Jeremiah chapter. ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ചു. ഞാൻ ബേലിനെ ഞാൻ സന്ദർശിച്ചു. അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. അവൻ വിഴുങ്ങിയതിനെ ഞാൻ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ജാതികൾ ഇനി അവന്റെ അടുക്കൽ ഓടിച്ചെല്ലുകയില്ല. ബാബേലിന്റെ മതിൽ വീണു പോകും. പ്രൈസ് ഗാഡ്. 4 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത്. And in this verse Holy Spirit spoke to me four things. You can read Jeremiah chapter 51 verse 44. And I will punish Baal in Babylon, and I will bring out of his mouth what he has swallowed up. And the nations will no longer go streaming to him. Yes, the wall of Babylon will fall. 4 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറഞ്ഞത്. And here Holy Spirit mentions 4 things. ഒന്ന്, പിശാച് വിഴുങ്ങിയത് മൊത്തം ദൈവം അവനെ കൊണ്ട് തന്നെ ഛർദ്ദിപ്പിക്കും. And what the enemy has swallowed, that same thing he will bring it out. ആമേൻ. Amen. ബാൽ ദൈവത്തെ ദൈവം ധന്യപ്പിക്കുന്ന സമയമായി. And I will punish Baal. അവനെ തേടി വരുന്ന കൂട്ടമായിട്ട് പ്രവാഹം പോലെ വരുന്ന ജനം ഇനി അവന്റെ അരികെ പോകത്തില്ല. And the people who comes in flocks, and they will not go to him anymore. ഇനി ബാബേലിന്റെ മതിലുകളെ ദൈവം ഇടിക്കാൻ പോകുന്നു. And I'm going to break the walls of Babylon. ഹല്ലേലൂയ. Amen. Hallelujah. Hallelujah. ഈ 4 കാര്യങ്ങൾ പ്രവചന ശബ്ദമായാണ് ഞാൻ പറയുന്നത്. And these 4 things I speak as prophecy. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ നഷ്ടപരിഹാരം എന്നാണ്. And restitution means what you lost, God is going to give you with interest. ബാൽ
അതിൻ്റെ ഷോർട്ട് ഫോമാണ് ബാൽ, ദ നാഷണൽ ഗാഡ് ഓഫ് ദ ബാബിലോണിയൻസ്. ബാൽ, നാഷണൽ ഗാഡ് ഓഫ് ബാബിലോൺ. ഈ ബാബേലിൻ്റെ പ്രധാനപ്പെട്ട ദൈവമാണ് ബാൽ. And Baal is a main important god in Babylon, national god. അശേരയുടെ സുപ്രീം ഗാഡാണ് ഈ ബാൽ. And is a supreme god of Asher, which is Baal. ഇതാണ് ഈ ശക്തികളാണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. And these powers were dominating those areas. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ പട്ടണത്തെ വ്യാപരിച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ നമ്മൾ തിരിച്ചറിയണം. And we need to understand, we need to realize the territory which the enemy is controlling. സംഭവങ്ങൾ നമുക്കറിയാമെങ്കിലും ജീവിതത്തിൽ അത് ടേക്ക് ഇറ്റ് ഈസി പോളിസി ആയിട്ട് നമ്മൾ അതിനെ നോക്കരുത്. And even though we are aware of many things, but still we take it very casually in our lives. ഒന്നും ഈസി ആയിട്ട് കിട്ടുന്നതല്ല. Because we don't get anything easily. എല്ലാത്തിനും വില മുടക്കണം. Because we have to pay price for everything. അതിനാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ വരുന്നു. And I remember a verse from the book of Job. 36 അധ്യായത്തിന്റെ 11 വാക്യം ഒന്ന് വായിക്കണമേ. And Job chapter 36 verse 11. If they obey and serve him, they shall spend their days in prosperity. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ ഞങ്ങൾ നാളുകൾ ഭാഗ്യത്തിലും ആണ്ടുകൾ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. അവർ കേട്ടനുസരിച്ചാൽ, if they obey, ദൈവ വചനം കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ, and if you obey and serve him, നിങ്ങളെ നാളുകൾ കണ്ണുനീരോടല്ല കഴിക്കേണ്ടത്, Amen. നിങ്ങൾ Hallelujah. ആർത്തു വിളിച്ച് സന്തോഷത്തോടെ കഴിക്കും. and you shall spend your days in prosperity, not in tears. നിങ്ങൾ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമില്ല, പദം കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല. And some of you don't like the word prosperity. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞു നിങ്ങൾ സമൃദ്ധിയുടെ ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം Because ഒരുക്കിയിരിക്കുന്നത്. God has prepared a life of prosperity for us. ഇന്ന് രാത്രി സമൃദ്ധി വേണ്ടെന്ന് പറയുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? And is there anyone who doesn't like prosperity? സമൃദ്ധി എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം നേടി ദൈവത്തെ തള്ളിക്കളയുന്നതല്ല, ദൈവം തരുന്ന എന്ന് പറഞ്ഞ സമൃദ്ധി എന്ന് പറഞ്ഞ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അനുദിനത്തിൻ്റെ ആഹാരം 3 നേരം പട്ടിണിയില്ലാതെ സുഖത്തോടെ സന്തോഷത്തോടെ നിനക്ക് ഉണ്ണാനും ഉടുക്കാനും സകലത്തിനും നൽകുന്ന ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് കൊടുക്കാൻ ദൈവം കഴിവുള്ളവനെന്ന് വിശ്വസിക്കുന്നതാണ് And our സമൃദ്ധി. God is a God who can provide us all our needs and all our 3 times meals without any lack, and that's what God provides for us, and that's what when we have enough, that is what prosperity. ജീവനും ഭക്തിക്കും ആവശ്യമുള്ളത് എല്ലാ ദൈവം നൽകുന്ന ദൈവമാണ്. And God will give whatever you need for your fear, ജീവനും ഭക്തിക്കും. for your life and for your service. അപ്പൊ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി തരുന്നതാണ് സമൃദ്ധി. And our God is a God who provides all our needs, what we need for a daily basis. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും അവൻ നശിപ്പിപ്പാനും അത്രേ വരുന്നത്. And that's why Jesus said, the thief come to steal and to kill and to destroy. പക്ഷെ ഞാനോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, അത് സമൃദ്ധിയുടെ ജീവിതമായിരിക്കണം. But I have come to give you life and life in eternity. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, And in the name of Jesus, I ദൈവം prophesy. നിങ്ങൾക്കൊരു ജീവിതം തന്ന And God gave you the life. ആ ജീവിതം കണ്ണുനീർ കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടതല്ല, And it is not a life which we have to spend with tears. ദുഃഖത്തിൽ കഴിഞ്ഞു കൂട്ടുന്നതല്ല. It's not that we have to spend in tears and in despair. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, Because in world you have tribulation. പക്ഷെ ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. But there is one who has overcome the world. പ്രതികൂലങ്ങളുണ്ട്, And there are trials. പ്രതിസന്ധികളുണ്ട്, There are difficulties. പോരാട്ടങ്ങളുണ്ട്, There are challenges. പക്ഷെ ദൈവ മക്കൾ അതിനെ ഓവർകം ചെയ്യും. But we children of God need to overcome those struggles. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പിടിച്ചെടുക്കും. And you have to claim the promises of അത് God. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. And those who believe that can say amen. ആമേൻ, Hallelujah. ഹല്ലേലൂയ. Amen. ദുഷ്ടന്റെ ചെങ്കോൽ
നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. And the righteous will not, it will not come in the righteous hands. Hallelujah. Amen. Thank you, Lord. Psalms 125 verse 3. 125:3. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. Wicked stuff. The scepter of the wicked will not, for the rod of the wicked not rest upon the Lord of the righteous. ആമേൻ. Amen. എന്ന് പറഞ്ഞ നിന്റെ അവകാശത്തിന്മേല് പിശാച് കൈകടത്താൻ പറ്റുകയില്ല. Because whatever you possess, the enemy cannot touch that. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. Hallelujah. Praise നിങ്ങളുടെ അവകാശം, ദൈവം തന്ന അവകാശം, And your possession ദൈവം തന്ന കുടുംബം, and your family, ദൈവം തന്ന വാഗ്ദത്തം, the promise which ദൈവം God തന്ന gave you, സഭ, the God, ദൈവം തന്ന ശുശ്രൂഷ, the ministry which God ഇത് gave, ഒന്നത്തിന്റെ മേളില് and not even that. പിശാച് കൈകടത്താൻ The enemy cannot എന്റെ overcome. ദൈവം അനുവദിക്കത്തില്ല. And God will not allow the enemy to overcome those areas. അത് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. And only who believe they can praise God. ആമേൻ. Hallelujah. Praise the Lord. ആമേൻ. Thank you, Lord Jesus. ഈ റെസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷൻ ടു റിസ്റ്റോർ ടു ഫാർമർ സ്റ്റേറ്റ് നോട്ട് യൂസ്ഡ് എന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നോ അത് അതേപോലെ തന്നെ 4 ഇരട്ടിയായിട്ട്, ഒരു അടുത്തത്തിൽ പറഞ്ഞ 7 ഇരട്ടിയായിട്ട്. സ്വത്രം. ഒരിടത്ത് ഡബിൾ പോർഷൻ എന്ന് പറയുന്നു, അടുത്തടുത്ത് 4 ഇരട്ടി എന്ന് പറയുന്നു, ഒരിക്കൽ പറയുന്നു 7 ഇരട്ടിയായിട്ട്. ഏതായാലും റെസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത നിനക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല, അത് പലിശ സഹിതം തിരിച്ചു കിട്ടുന്നതാണ്. And the restitution means whatever you lost in your life, it's not double, but you get 4 times and even 7 times more. God is able to give it with interest. Taking back what is legally yours, supernaturally we are going to recover it. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ബലത്താൽ സ്വത്രം പറയുന്നില്ല, We're going to recover with the strength of power of God. അതിനെ ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോകുന്നു. And we are going to restore it. ഇന്ന് പിശാചു വിഴുങ്ങിയത് അവന്റെ വയറ്റിൽ നിന്ന് ദൈവം ഛർദ്ദിപ്പിക്കും. And what the enemy has swallowed, himself will throw it back. ആമേൻ. ദൈവം നഷ്ടപ്പെട്ടതിനെ അവൻ മടക്കി തരും. And whatever you lost, God is going to restore. ഇന്നലെ you. രാത്രി ഞാൻ പറഞ്ഞു, എന്റെ ജനം ലജ്ജിക്കാൻ ഞാൻ And അനുവദിക്കുകയില്ല. I will not allow my people to be ashamed. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുന്നു, And in the name of Jesus, I prophesy tonight. പിശാച് കവർന്നെടുത്തത്, And whatever the enemy has taken, പിശാച് വിഴുങ്ങിയത്, and whatever the enemy has swallowed, പിശാച് നിന്റെ നന്മയെ തകർത്തത്, and whatever the enemy destroyed all your blessings, ഇന്ന് രാത്രി പലിശ സഹിതം അവൻ തിരിച്ചു വെക്കണം. and with interest, God is going to restore back to you. അതിന്റെ ദിവസമാണ് ഇന്നത്തെ രാത്രി എന്ന് വിശ്വസിക്കുന്ന രാമേ പറഞ്ഞാട്ട്. How many of you believe that tonight they can say amen? ദൈവാത്മാവ് പറഞ്ഞു, And the Spirit of God said, നഷ്ടപ്പെട്ടതിനെ ഞാൻ മടക്കി തരും. and whatever you have lost, I'm going to bring it back to you. പിശാചിന് ഒരു അധ്യായമുണ്ടെങ്കിൽ നമുക്ക് 2-ാം അധ്യായമുണ്ട്. And if the enemy has of chapter 1, we have a second chapter. പിശാചിന് ഒരു രേഖ ഉണ്ടെങ്കിൽ നമുക്കൊരു 2-ാം രേഖ ഉണ്ട്. If the enemy has 1 decree, we have a second decree. പിശാചിന് ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് 2-ാമത്തെ ദിവസം If the enemy has 1 day, we have a second day. യേശു കർത്താവിനെ ഈ ലോകത്തിന്റെ 4 ശക്തികൾ ഒരുമിച്ച് കൂടി കല്ലറയിൽ അടക്കി. And the 4 powers of this world buried Jesus in the tomb. അന്നത്തെ യഹൂദന്മാരുടെ സമുദായ ശക്തി കൂടി, And even those power of the Jewish on those times, 2 റോമ ഗവൺമെന്റിന്റെ ആ രാഷ്ട്രീയ ശക്തി, and the power of the Roman government, national power, 3 ബെൽസബൂബിന്റെ ശക്തികൾ, and the power of Beelzebub, ഈ എല്ലാ ശക്തികളും ഒരുമിച്ച് കൂടി യേശുവിനെ പിടിച്ചു കല്ലറയിൽ അടക്കി വെച്ചു. and all this power together bound Jesus and hid him in the tomb. പക്ഷെ ദൈവവചനം പറയുന്നു കല്ലറയ്ക്ക് അവനെ പിടിച്ചടക്കാൻ ശക്തി. But the word of God says the tomb could not contain him. ഇന്ന് രാത്രി യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ And if you believe in Jesus, നിന്റെ നന്മയെ പിശാചിന് പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. and the enemy
cannot take your blessing. നിന്റെ വിടുതലിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. And he cannot touch your blessing. നിന്റെ ജയത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. He cannot touch your victory. നിന്റെ ആരോഗ്യത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. And he cannot control your health. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ നാമത്തില് In the name of Jesus. ഈ മൂന്ന് ശക്തികളെയും തകിടം മറിച്ചുകൊണ്ട് നാലാമത്തെ ശക്തിയാണ് ഉയർപ്പിന്റെ ശക്തി. And the power of resurrection, breaking all this power, he rose up with the power of resurrection. ആമേൻ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മുടെ ദൈവം റിസ്റ്റോറേഷന്റെ ദൈവമാണ്. And we can see from the book of Genesis till Revelation, we know that our God is the God of restoration. ദൈവം നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തന്നിരിക്കും. And God will restore what has been lost. അതുകൊണ്ട് ആ ദൈവം വാഗ്ദത്തം ചെയ്തത് എന്റെ ജനം ലജ്ജിക്കാൻ ഞാൻ And ഇടവരുത്തുകയില്ല. that's why God said, I will not allow my people to be ashamed. തൊട്ടടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ഞാൻ ലജ്ജിക്കുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. Say to each of you, God is not happy if I am ashamed. ദൈവം വാഗ്ദത്തം ചെയ്തു, എന്റെ ജനം ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. And God promised that I will not allow my people to be ashamed of. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? So what is that meaning? എന്റെ ജനം എപ്പോഴും സന്തോഷിക്കണമെന്ന്. And that means my people should always be glad. എന്റെ ജനം സന്തോഷിക്കണം. My God, my people should always be ഞാൻ glad. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, And many times I've told. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സന്തോഷം എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ പണം കൊടുത്ത് മേടിക്കാൻ കിട്ടത്തില്ല. And we cannot buy this gladness in the supermarket with money. ആമേ. സന്തോഷം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലമാണ്. And joy is the fruit of the Holy Spirit. ആമേൻ. ആ ഫലമുള്ളവരുടെ മുഖം കണ്ടാ അറിയാം. And when we see their face, we know what they have. അവർ കള്ളച്ചിരി ഒന്നും ചിരിക്കത്തില്ല. And they would not have fake smile. അവരുടെ മുഖം കണ്ടാ അറിയാം. And when we look at them, we know them. അവർ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടില്ലെങ്കിൽ ലവ്ലി ആയിട്ട് കാണും. And even if they don't have fair and lovely, they're still lovely. ആമേ. അത് സന്തോഷമാണ്. Because there is joy. അത് ആത്മാവിന്റെ ഫലമാണ്. Because it is the fruit of the Holy ആമേൻ. Spirit. അതുകൊണ്ട് ദൈവസന്നിധാനത്തിൽ കടന്നു വരുമ്പോ എല്ലാം നിങ്ങൾ സന്തോഷിക്കണം. And that's why we have to rejoice in the presence of God. എന്തിനാ സന്തോഷിക്കണ്ടേ? Why do we need to rejoice? പലർക്കും അറിയത്തില്ല നമ്മൾ എന്തിനാ ഈ ശബ്ദം ഉണ്ടാക്കുന്നേ. ഇച്ചിരി തലക്കനത്തോടെ ഇരുന്ന ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്ന്. And many people don't know why we are making so much noise in the presence of God. ആമേ. പക്ഷെ ദൈവവചനം പറയുന്നു അവന്റെ സന്നിധാനത്തിൽ പരിപൂർണ സന്തോഷമുണ്ടെന്ന്. But in the word of God, there is fullness of joy in the presence of God. വേറെ എവിടെയും കിട്ടത്തില്ല. We will not get anywhere. വേറെ എവിടെയും കിട്ടത്തില്ല. We will not get anywhere else. അവന്റെ സന്നിധാനത്തിൽ പരിപൂർണ സന്തോഷം. Because there is fullness of joy in the presence of God. ഒരു കാലത്ത് 5 ഷോ ഫിലിം നോക്കിക്കൊണ്ടിരുന്നവനാ ഞാൻ. And once upon a time, I used to watch 5 films. അവസാനം ഫിലിം എല്ലാം കണ്ടിട്ട് വീട്ടിൽ പോകുമ്പോൾ അനാസീൻ എന്ന് പറയുന്ന ഒരു തലവേദനയുടെ ഗുളിക കഴിച്ചിട്ടേ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. And after that, I have to take a medicine called Anacin for headache. സന്തോഷത്തിന് വേണ്ടിയാ ഫിലിം കാണാൻ പോയത്. Because to get joy, I watched the film. തിരിച്ചു വരുമ്പോ അനാസിൻ മാത്രം ടാബ്ലറ്റ് കഴിക്കണം, ഇല്ലെങ്കിൽ പൊട്ടുന്ന വേദനയാ. But once I return from that, I need to have pills because of headache. നിങ്ങൾ ആ ടാബ്ലറ്റിന്റെ പേര് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ അനാസിൻ ആക്ഷൻ 500. I hope you heard that tablet Action 500. അന്നൊക്കെ ഉണ്ടായിരുന്നു മാസ്റ്റർ. ഓസ്ട്രേലിയയിൽ വന്ന ഒരു ആക്ഷൻ ഇല്ലാതായിരിക്കും ഇപ്പൊ. And after coming to Australia, there is no action. ആമേ. അന്നൊക്കെ 500 എല്ലാം ഉണ്ടായിരുന്നു. ആക്ഷൻ And during those times, we had those 500. ആമേ. അപ്പം സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. And because we know that joy is the fruit of the Holy എന്തിനാ Spirit. ഈ സന്തോഷം നമ്മൾ ദൈവസന്നിധാനത്തിൽ എങ്ങനെ ഉപയോഗിക്കണ്ടേ? And how do we have to operate this joy? എന്തിനാ ഉപയോഗിക്കണ്ടേ? And why we need to operate this joy? 30-ാം സങ്കീർത്തനം വായിക്കണം. And read Psalms 30. 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, And Psalms 30 it says, യഹോവേ ഞാൻ എല്ലാ കാലത്തും അങ്ങേ ഞാൻ പുകഴ്ത്തുന്നു. അങ്ങനെയാണ് വായിച്ചു. I will യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ സന്തോഷിക്കാൻ ഒന്നാമത്തെ റീസൺ എന്നറിയോ? ഞാൻ മുടിഞ്ഞു പോകാതെ ദൈവം എന്നെ ഉദ്ധരിച്ചത് കൊണ്ടാണ്. And what is the reason to be happy? Because I will extol you, Lord, for you have lifted me up. അങ്ങനെ ആർക്കെങ്കിലും ഒരു വ്യക്തമായ ഒരു ദൂത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ, ഞാൻ മുടിഞ്ഞു പോകാതെ ദൈവം എന്നെ ഉദ്ധരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് സന്തോഷിക്കുന്നതെന്ന് പറയാനുള്ളവര് മാത്രം സ്വത്രം പറഞ്ഞാട്ടെ. And because I am not ashamed, that's why God has lifted me, and that is the reason today I am happy. ആമേൻ.
ഒന്നാമത്തെ റീസൺ എന്നാ? എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പൊ സന്തോഷിക്കാൻ വക ഉണ്ടോ? ആമേൻ. യെസ് യെസ്. സന്തോഷിക്കാൻ വക ഉണ്ടോ? Do you have a reason to ഉണ്ടെന്ന് be പറ. glad? ഉണ്ട്. രണ്ട്. And എന്റെ the second ശത്രുക്കൾ reason. എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. രണ്ടാമത്തെ റീസൺ എന്നാ? And what is second reason? എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ ദൈവം ഇടവരുത്തില്ല. And you have not made my foes to rejoice over me. നീ സന്തോഷിക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ അങ്ങനെ ആക്കിയത്. And that's why God put me into that position. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. But here we sit very without any giving praise to എന്റെ God. ശത്രു സന്തോഷിക്കുന്നു. My enemies rejoice over me. ഞാൻ എല്ലാ ദിവസവും കഷ്ടവും പട്ടിണിയും എല്ലാ വേദനയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. And every time I'm complaining about my pain and troubles. സങ്കീർത്തനക്കാരൻ പറയുന്നു, But the psalmist says, യഹോവേ ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു. but it says, I will extol you. ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു. Lord, I will extol നീ you. എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. Because you have lifted me up. എന്റെ ശത്രു എനിക്ക് നേരെ സന്തോഷിക്കാൻ നീ ഇടവരുത്താത്തത് കൊണ്ട് ഞാൻ സന്തോഷിക്കാൻ പോകുന്നു. And you have not made my foes to rejoice over me. That is the reason I'm glad today. അപ്പൊ നമ്മൾ സന്തോഷിക്കാൻ കാരണം എന്നാ? And what is the reason to be glad? ദൈവം നമ്മൾ ഉദ്ധരിച്ചിരിക്കുന്നു. Because God has lifted us up. ആമേൻ. Amen. ഈ വിലാപങ്ങളുടെ പുസ്തകം 3:22 പറയുന്നു. In the book of Lamentation. 3:21. 3:22 3:22 says, ഞാൻ മുടിഞ്ഞു പോകാത്തത് ദൈവത്തിന്റെ ദയയാകുന്നു. അല്ലയോ? and because it is the Lord mercies that we are not consumed. ആ, സ്വന്തം. Amen. മലയാളത്തിൽ എങ്ങനെയാ? നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അപ്പൊ ആ ദയ ഓർത്തെങ്കിൽ സ്വത്രം പറഞ്ഞുകൂടിയ. And if you remember the mercy, can you give praise? അവൻ നമ്മളെ ഉദ്ധരിച്ചിരിക്കുന്നു. And he has lifted us up. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. And God did not give the enemy to rejoice over me. ശത്രു നിന്നെ കുറിച്ച് സന്തോഷിക്കാൻ അവൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. And the enemy was waiting for so that he can rejoice over you. അവൻ പടക്കിട്ടിട്ട് അവനും കാത്തിരിക്കുക ഇപ്പൊ പൊട്ടു വന്ന്. And he has thrown the fire and he is believing that just now it will explode. ആ ഇപ്പൊ പൊട്ടു വന്ന്. He's waiting for that it will explode. പക്ഷെ അതിനെ ഷൂ ആക്കിയിട്ട് ദൈവം നമുക്ക് സന്തോഷം തന്നു. But God rebuked that and he gave the joy to us. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. And that is the reason we need to be glad. ഇവിടെ സന്തോഷിച്ചില്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോയാലും നീ സന്തോഷിക്കത്തില്ല. And if you're not able to rejoice here, then you cannot rejoice anywhere in the world. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് കർത്താവിന്റെ സന്നിധാനത്തിൽ പരിപൂർണ്ണ സന്തോഷമുണ്ട്. That is why the word of God says there is fullness of joy in the presence of Hallelujah. God. Are you ready? Amen. Hallelujah. ദൈവത്തിന്റെ വചനം പറയുന്നു. And the word of God says, യോബിന്റെ പുസ്തകം the book of Job, 20-ാം അധ്യായം chapter 20, അതിന്റെ 15-ാമത്തെ വാക്യം. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു. he has swallowed down riches, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. അത് വീണ്ടും ഛർദ്ദിക്കേണ്ടത് and he വരും. shall vomit them up again. ദൈവം അത് അവന്റെ വായിൽ നിന്ന് പുറത്താക്കി കളയും. അവന്റെ വായിൽ നിന്ന് അത് പുറത്താക്കി കളയും ദൈവം. God shall cast them out of his belly. ഇന്ന് രാത്രി പിശാചു വിഴുങ്ങിയതിനെ And whatever the enemy has swallowed, ദൈവം അവനെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കും. and God will vomit them up again. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. വിശ്വസിക്കുന്ന രാമൻ പറഞ്ഞാട്ടെ. And those who believe, they praise God. ദൈവം തന്ന നന്മകളെ കവർന്നെടുത്ത പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. And I rebuke the power of darkness which has taken over in the name of Jesus. ആമേൻ. Amen. 20-ാം വാക്യം. Verse 20. അവന്റെ കൊതിക്ക് പദം വരാകിയാൽ അവൻ തന്റെ മനോഹര ധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല. അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അതുകൊണ്ട് അവന്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല. അവന്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. അരിഷ്ടന്മാരുടെ കൈയൊക്കെയും അവന്റെ മേൽ ദൈവം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പിശാച് വിഴുങ്ങിയതിനെ, എനിക്ക് തോന്നുന്നത് 15-ാം വാക്യം തോന്നുന്നു.
And verse 50 അവൻ says, സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു. അവൻ എന്നാ വിഴുങ്ങി? സമ്പത്ത്. സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു. what did the enemy swallowed? He swallowed the riches. ആമേൻ. അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. അത് വീണ്ടും ഛർദ്ദിക്കേണ്ടത് വരും. And he shall vomit them up again. ആ, ദൈവം അത് അവന്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. എങ്ങനെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. പുറത്താക്കി കളയും. And God shall cast them out of his belly. ആ, അവന് സ്വസ്ഥത ദൈവം കൊടുക്കത്തില്ല. And God will not give peace to the enemy. ഇന്ന് രാത്രി നിനക്ക് നേരെ പണിഞ്ഞ പിശാചിന് Hallelujah. ദൈവം സ്വസ്ഥത കൊടുക്കത്തില്ല എന്ന്. And tonight, whoever the enemy has come again, God will not give peace to that enemy. ആമേൻ. Amen. വിഴുങ്ങിയ സമ്പത്തിന് അവന്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിപ്പിക്കും. And he will vomit the which has swallowed the riches. ആമേൻ. ഈ നമുക്ക് ഐ എം സോറി, എനിക്ക് പറയാൻ എങ്ങനെ ഈ വേദിയിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും എന്നോട് ഒന്ന് ക്ഷമിക്കണം. Please forgive me. I don't know if I am supposed to say. ഇന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ വാരി വലിച്ച് തിന്നു കളയും. Many നല്ല ടേസ്റ്റ് കിട്ടിയ ഉടനെ Sometimes we eat lot if it is too tasty. തിന്നു കഴിഞ്ഞ് പിന്നെ ഒരു അസ്വസ്ഥത ഉണ്ട്. And then we feel the discomfort. ഈ അസ്വസ്ഥത വരുമ്പോ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, വല്ലായ്മ ഉണ്ടാകും. And when we get the discomfort, we are very uncomfortable. We are not allowed to sit, not able to sit or sleep. ഒന്ന് ഛർദ്ദിച്ചു കളഞ്ഞ ഒരു സ്വസ്ഥത കിട്ടിയ. And we feel like if we vomit, then I would be at peace. അമ്മേ, ഇത് പുറത്ത് പോകാതെ നമുക്കൊരു സ്വസ്ഥതയില്ല. Until it goes out, it's really discomfort. അതേപോലെയാണ് പിശാചിനെ ദൈവം ഇവൻ എടുത്ത് വിഴുങ്ങിക്കളയും. പക്ഷെ പിന്നെ മനസ്സിലാകുന്നു, അയ്യോ എൻ്റെ ദൈവമേ, ആ ജസ്വിൻ പാസ്റ്ററിന്റെ ആണോ ഞാൻ തൊട്ടത്, എനിക്കിപ്പം സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. And in the same way, the enemy swallows, and then he gets very discomfort, thinking, I swallowed that thing of Pastor Jaswin, and then he really is discomfort. അപ്പൊ ദൈവം പറഞ്ഞു അവന്റെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നു. And God says, I will vomit them again. ഇത് നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. And what we do in between, ഒത്തിരി സ്വസ്ഥത നഷ്ടപ്പെടുമ്പോ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് and sometimes when it's too discomfort, then we try to vomit with putting fingers in our mouth. കുറിച്ച് നോക്കരുത്. സ്വത്രം. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് ആയിട്ട് ജാമ്യം എടുത്തിട്ടാ പറഞ്ഞത്. ഇത് പുറത്തു വരും. Until then it comes out. ഒരു സ്വസ്ഥത. After it throws up, then we feel the peace. ഇന്ന് രാത്രി പിശാചിനോട് ദൈവം അതാ കാണിക്കാൻ പോകും. And that is what God is showing to the enemy. നിന്റെതെന്ന് പറയുന്നത് എന്തെങ്കിലും അവൻ And വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, if the enemy has swallowed anything belongs to you, സമ്പത്താകട്ടെ, whether it's material, സമ്പത്താകട്ടെ, whether it's material അത് blessing, ആത്മീയ ജീവിതമാകട്ടെ, whether it's spiritual life, എന്ത് അനുഗ്രഹമായിട്ട്, and whatever blessing, നിന്റെ ആരോഗ്യമാകട്ടെ, and it may be health, നിന്റെ വാഗ്ദത്തമാകട്ടെ, it's a promise, നിന്റെ പ്രാർത്ഥന ജീവിതമാകട്ടെ, and it's a prayer life, നിന്റെ ആരാധനയാകട്ടെ, and it's a നിന്റെ worship, കുടുംബ സമാധാനമാകട്ടെ, and the peace of your family. എന്തവൻ വിഴുങ്ങിയിട്ടുണ്ടെങ്കിലോ Whatever the enemy ഇന്ന് has swallowed, ഇന്ന് രാത്രി and tonight, അവൻ ഛർദ്ദിച്ചേ പറ്റൂ. oh, he has to swallow അവനെ it, he has കൊണ്ട് to vomit ദൈവം it out. ഛർദ്ദിപ്പിക്കും. Oh, he has to vomit it out of യേശുവിന്റെ നാമത്തിൽ in the name of Jesus. അവനോട് അപേക്ഷയല്ല, അവനോട് കൽപ്പനയാണ്. It's not it's a request to him. Hallelujah. We are not requesting him, we are commanding Commanding him. him. Hallelujah. It's not a request. Hallelujah. Affliction shall not rise up the second time. ഒരിക്കൽ ഏത് പോലീസിനും ഒരു അക്കടി പറ്റും. കൂടെ അക്കടി പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. And many times it doesn't. God will not allow the same thing to happen again and again. The fall which we had. ആമേൻ. Amen. ആമേൻ. Amen. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. The book of Nahum, Chapter 1 verse 9. Verse 9. Verse 9. നഹൂമിന്റെ പുസ്തകം 1:9. Affliction shall not rise up the second time. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരുത്തില്ല. Affliction shall not rise up the second time. നിന്റെ ജീവിതത്തിൽ ഒരു അക്കടി പറ്റി,
and one affliction might come. പിശാച് ഒന്ന് നിങ്ങളെ തൊട്ടു നോക്കി, And once the enemy touched you, പക്ഷെ ഇനി അടുത്ത പ്രാവശ്യം തൊടണമെങ്കിൽ അവന് ഭയങ്കര പേടിയാ. and the second time if the enemy has to touch, he is really fearful. നിങ്ങൾക്ക് മനസ്സിലായില്ല. Amen. Hallelujah. ഒന്ന് വിട്ടുകൊടുത്തു, And if you give അവൻ അതിന്റെ മുതലെടുത്തു. and he will take that പക്ഷെ advantage. ഇനി വിടാത്തില്ല. But again he will not allow അങ്ങനെ you. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? And whoever believes in that way, യേശുവിന്റെ നാമത്തില് in the name of Jesus, ഞാൻ പിടിച്ചെടുക്കും, and whoever's taken, ഞാൻ പിടിച്ചെടുക്കും. and whatever's taken, പിശാചിനെ ഞാൻ അനുവദിക്കത്തില്ല. I will not let the enemy എന്റെ to take നന്മ over. ചോർത്തിക്കളയാൻ അനുവദിക്കത്തില്ല. And he will not allow you to let എന്റെ go. വിടുതലിനെ ചോർത്തിയെടുക്കാൻ അവനെ ഞാൻ അനുവദിക്കത്തില്ല. I will not allow you to get again my എന്റെ വാഗ്ദത്തം ഞാൻ പിടിച്ചെടുക്കും. and I'm going to recover my promise. ഈ പിശാചിനൊരു ചിന്ത ഉണ്ട്, കൂടെ കൂടെ ആക്രമിക്കുന്നത്. And the enemy thinks that I can attack him again and again. ഒന്ന് രുചി പിടിച്ചാൽ മതി, കൂടെ കൂടെ അവൻ വന്നോണ്ടിരിക്കും. And once he gets the taste, again and again he tried to come. വെട്ടുക്കിളി കഴിഞ്ഞ വിട്ടിലും തുള്ളനും പച്ചപ്പുഴും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. And after the locust and all this other other flies will come. ദൈവത്തിന്റെ വചനം പറയുന്നു, ചിലതിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി തുടങ്ങിയ എവിടെ പോയാലും തകർച്ച. And sometimes when we start a problem, then wherever we go, it's always difficulty and trials. എല്ലായിടത്തും തൊടുന്നതൊക്കെ നഷ്ടം. And all that touch, it's all loss. എല്ലാ ഫെയിലൂർസ്. And it's all failures. സമാധാനമില്ല, And there is no peace. സന്തോഷമില്ല, There's no happiness. ജീവിതത്തിൽ ഒരു നേട്ടമില്ല. And there is no any income in the life. ഇന്ന് രാത്രി And in tonight. അതിന്റെ അവസാന രാത്രിയാ. And tonight is the last night for that. ഇന്ന് രാത്രി അവൻ വിഴുങ്ങിയത് മൊത്തം തിരിച്ചു വെക്കാൻ And പോകുക. whatever he has swallowed is going to give it back to you. ആമേൻ. Amen. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം Exodus chapter 15. അതിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചേ. 15 verse 9. ഞാൻ പിന്തുടരും, പിടിക്കും, ആ കൊള്ള പങ്കിടും, ആ എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ആ ഞാൻ എന്റെ വാളൂരും, ആ എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ശത്രു എന്നൊക്കെ പറഞ്ഞ്, What did the enemy say? ഞാൻ അവരെ പിന്തുടരും, I will pursue, അവരെ ഞാൻ പിടിക്കും, I will overtake, അവരെ സ്വത്ത് കൊള്ള അടിക്കും, I will divide the spoil, അവരെ ഞാൻ നശിപ്പിക്കും. and I will destroy them. സ്വത്രം, Amen. എന്റെ വാള് കൊണ്ട് അവരെ ഞാൻ തകർക്കും. And I will destroy them with my sword. ഇതാണ് ശത്രുവിന്റെ പദ്ധതി. And that was the plan of the enemy. പക്ഷെ 10-ാം വാക്യത്തിൽ But in verse 10, അവിടെ പറയുന്നു, it says, ആ നിന്റെ കാറ്റിനെ നീ ഊതിച്ച് ആ കടൽ അവരെ മൂടി, ആ അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താന്നുപോയി. നിനക്ക് വിരോധമായി Amen. പദ്ധതിയിട്ട് നിന്നെ Amen. തകർക്കുമെന്ന് പ്ലാനും പദ്ധതിയിട്ട ശത്രുവിനെ നിന്റെ കണ്ണ് കാണത്തക്കവണ്ണ് അവനെ ദൈവം തകർത്ത് and കളഞ്ഞു. you did blow with your wind, the sea covered them, the sang as led in the mighty waters. The God is able to destroy your enemy among the mighty എന്റെ waters. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. Because with my God nothing shall be impossible. അവൻ സർവാധികാരമുള്ള ദൈവമാണ്. Because He is all powerful God. അവൻ ശത്രുവിന്റെ ബലത്തെ തകർക്കാൻ He കഴിവുള്ളവനാ. can destroy the power of the enemy. ശത്രു പദ്ധതിയിട്ട് And the enemy makes നിന്റെ plans. കുടുംബത്തെ ഞാൻ തകർക്കും, And I will destroy your നിന്റെ family. ആരോഗ്യത്തെ I തകർക്കും, will destroy your നിന്റെ health. നന്മയെ ഞാൻ I will തകർക്കും, destroy your blessings. നിന്റെ ഭാവിയെ തകർക്കും, I will destroy your നിന്റെ future. കുടുംബത്തെ തകർക്കും, I will destroy your നിന്റെ family. സഭയെ തകർക്കും, I will destroy your നിന്നോടുള്ള വാക്തത്വത്തെ തകർക്കും, And I will destroy your നീ promise. ശുശ്രൂഷയെ I തകർക്കും. will destroy your നീ ministry. ഇല്ലാതെ തക്കവണ്ണം നിന്നെ ഞാൻ വാളുകൊണ്ട് വെട്ടിക്കളയും. And I will cut off you with the sword. പക്ഷെ that you will be no തമ്പുരാൻ more. പറയുന്നു, But God says, ആ ശത്രുവിനെ but that enemy ഈയം പോലെ വെള്ളത്തിൽ അവനെ മുക്കിക്കളഞ്ഞു. the sang as led in the mighty water. യേശുവിന്റെ നാമത്തില് In the mighty name of Jesus. ഒരു ശത്രുവിനെ തൊടാൻ പറ്റുകയില്ല. No enemy can touch you. നമ്മുടെ ദൈവം സാധാരണക്കാരനല്ല. Our God is not an ordinary person. അവന് പരമാധികാരമുണ്ട്. He is all powerful. അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യും. And whatever He pleases, He does. ആമേൻ. Amen. Hallelujah. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യശയ്യാപ്രവചനത്തിൽ 14:24 എന്ന് തോന്നുന്നു. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, സൈന്യങ്ങളുടെ യഹോവ
ആണയിട്ട് അരുൾ ചെയ്യുന്നത്. ഇത് രവിമണി പാസ്റ്റർ പറയുന്നതല്ല, ആമേൻ. ഇത് ജസ്വിൻ പാസ്റ്റർ പറയുന്നതല്ല, Amen. ഇത് ജെയിംസ് പാസ്റ്റർ പറയുന്നതല്ല, Amen. മറ്റാരോ പറഞ്ഞതല്ല. സൈന്യങ്ങളുടെ അധിപനായിരിക്കുന്ന Hallelujah. നമ്മുടെ ദൈവമാണ് പറയുന്നത്. It's not spoken by any other human beings. It is spoken by the Lord of hosts has sworn. ആ, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. Shall it come to pass as I have purposed? ആ, എന്റെ ദേശത്ത് വെച്ച് see, അശ്ശൂരിനെ ദൈവം- തകർക്കും. മതി. അശ്ശൂർ, ബാൽ, Amen. Hallelujah. ദൈവത്തിന്റെ ശക്തിയെ ദൈവം തകർക്കും. And I will break the power of Assyrian and Baal. എന്റെ ജനത്തിന് അഗേൻസ്റ്റ് ആയിട്ട് തല ഉയർത്തുന്ന പൈശാചിക മണ്ഡലത്തെ ഞാൻ വെട്ടുമെന്നാ ദൈവത്തിന്റെ അല്പം പറയുന്നത്. Whoever stands against my children, and I will cut them off. That is what the word of God says. ഞാൻ നിർണയിച്ചു. And I have decided. ദൈവം പറയുന്നു, ഞാൻ നിർണയിച്ചു. And I have decided. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില് In the name of Jesus. ദൈവജനത്തിന് വിരോധമായി തല ഉയർത്തിയ And if you raise up against the പൈശാചിക മണ്ഡലത്തെ തകർക്കാൻ and to break the end ദൈവം of the- പദ്ധതിയിട്ട് കഴിഞ്ഞു. and God has already purposed. അത് നിർണയിച്ചു കഴിഞ്ഞു. God has already purposed. Hallelujah. Amen. Hallelujah. ആരതിനെ തടയും? Who can stand against it? ദൈവം ഒരിക്കൽ നിർണയിച്ച And if God has decided, ആർക്കതിനെ തടയാൻ പറ്റും? and who can stand against it? 27 വാക്യം ഒന്ന് നോക്കിയേ. And verse 27. Verse 27. സൈന്യങ്ങളെ യഹോവ നിർണയിച്ചിരിക്കുന്നു, നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാണ്. അത് ദുർബലമാക്കുന്നവനാർ. For the അവന്റെ Lord, കൈ നീട്ടിയിരിക്കുന്നു, അവൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാണ്. അതിനെ മടക്കുന്നവരാ. ആമേൻ. ഇന്ന് ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി ദൈവം കൈ നീട്ടിയിരിക്കുന്നു. Amen. And God has stretched out his hand for you, and who can stand against it? Amen. Hallelujah. Amen. അതിനാര് മടക്കും? And who will stand against it? Thank you, Lord. No, Jesus. God stretched his hand. God has stretched out his hand. അതിന് ആർ മടക്കും? And who shall turn it back? ഈ ലോകത്തിൽ ഒരു മന്ത്രവാദിക്ക് ഒക്കത്തില്ല. And no power of witchcraft can take place. പൈശാചിക ശക്തിക്ക് ഒക്കത്തില്ല. No, the power of enemy can take place. ദൈവം ഡിസൈഡ് ചെയ്തു. God has purposed in his heart. God has purposed. പിശാച് വിഴുങ്ങിയതിനെ ഞാൻ മടക്കി തരും. And whatever the enemy has swallowed, I'm going to give. ഇതിന്റെ അകത്ത് നഷ്ടത്തിന്റെ കാര്യം പറയുന്നവരാരും കൊണ്ടോ? And anybody who speaks about loss among here, ദൈവത്തിന്റെ വചനം പറയുന്നു. and the word of God says, 2 സമൂവേലിന്റെ പുസ്തകം and book of 2 Samuel 12:6. chapter 12 verse 6. ഒരു ആടിനെ ഇല്ല കാളയെ കവർന്നെടുത്തോണ്ട് പോയ മോഷ്ടിച്ച And if you steal a lamb, 5 കാളയെ തിരിച്ചു കൊടുക്കണം. and God will give back 5 oxen. No, that is the law. ഒരു കാളയെ മോഷ്ടിച്ചോണ്ട് പോയ If they steal 1 ox, 5 തിരിച്ചു കൊടുക്കണം. and they have to return 5. ഒരു ആടിനെ മോഷ്ടിച്ച And if you steal a lamb, 4 തിരിച്ചു കൊടുക്കണം. and 4 you have to return it. സ്തോത്രം. Hallelujah. സ്തോത്രം. Hallelujah. ആമേൻ. Amen. ഇനി സദൃശവാക്യം ഒന്ന് നോക്കി. And Proverbs, അതിന്റെ 6-ാം അധ്യായം Proverbs chapter 6. 30-31. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കെട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവനെ പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കാം. എത്ര? 7 ഇരട്ടി. കള്ളനെ പിടിച്ച എന്ത് ചെയ്യണം? And if they found the thief, what he is supposed to do? 7-fold. He shall restore 7-fold. 7 ഇരട്ടി തിരിച്ചു കൊടുക്കണം. He has to restore അപ്പൊ 7-fold. നിനക്ക് നഷ്ടപ്പെട്ടത് 2023 നഷ്ടപ്പെട്ടത് Amen. ദൈവം 2025 കേറുന്നതിന് മുൻപ് Amen. 7 ഇരട്ടി അവനെ കൊണ്ട് സർദ്ദിപ്പിക്കുക. And whatever you lost in 23, before you enter 25, God will give you 7-fold restore you back. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവനെ കൊണ്ട് ദൈവം സർദ്ദിപ്പിക്കുമെന്നാ പറയുന്നത്. And God says he will vomit. എനിക്ക്
മനസ്സിലാകാത്തത്, And what I do not understand, ഇത്രയും സത്യം മനസ്സിലാക്കിയിട്ട് പോലും and after knowing all this truth, ചിലർ പിടിച്ചെടുക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നില്ല. and many times we don't have that ability to restore back. പഴയ നിയമത്തിന്റെ കണക്കനുസരിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സക്കായി മാനസാന്തരപ്പെടുമ്പോ അവനൊരു വാക്ക് പറയുന്നുണ്ട്. And we ഞാൻ know, കളവായി ആരെതെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര ഇരട്ടി തരാന്ന് പറഞ്ഞ് 4 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തോളാന്ന്. and അവൻ നിയമം പഠിച്ചവനാ, പഴയ നിയമത്തിന്റെ പ്രമാണം പഠിച്ചവനാ. And we know in New Testament, Zacchaeus, he said, whatever I have taken, I will restore 4 times back, because he knows the law of Old Testament. ആമേൻ. Amen. അപ്പൊ ശത്രു എന്ത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും 4 ഇരട്ടി തിരിച്ചു വന്നിരിക്കണം. And whatever the enemy has taken, he shall restore you 4 times back. സലോമന്റെ ഭാഷയിൽ പറഞ്ഞ 7 ഇരട്ടി. And according to the language of Solomon, it's 7-fold. യെശയ്യാവ് പറയുന്നു, നിങ്ങൾക്ക് അപമാനത്തിന് പകരമായിട്ട് ഇരട്ടി പങ്കിന്റെ മാനം തിരിച്ചു തരുമെന്ന. And for all your shame, I will give you honor. അപ്പൊ ദൈവം എന്തോ മടക്കി തരാൻ പോകുന്നു. And tonight, God is going to restore അത് you. സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഒരു ആമേൻ And പറഞ്ഞാട്ടെ. whoever are going to receive, they can സന്തോഷത്തോടെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. with joy can you praise God. Amen. Hallelujah. Hallelujah. ആമേൻ. Amen. Thank you. രണ്ടാമത്തത്, And second thing, ഒന്ന് ദൈവം മടക്കി തരും. what first he will restore, ശത്രുവിന് സ്വസ്ഥത ദൈവം കൊടുക്കത്തില്ല. and God will not give enemy to the peace to the enemy, അവന്റെ വയറ്റിൽ നിന്ന് ദൈവം അതിനെ ഛർദ്ദിപ്പിക്കും. and he will vomit what he has in his stomach. രണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, And second, the Holy Spirit says, ഇതുവരെ പിടിച്ചു വെച്ചിരിക്കുന്നത്, and whatever you have taken hold of, അവൻ തരികയില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്നത്, and whatever he has taken hold of, that I will not give it back to ദൈവം you. അവനെ കൊണ്ട് തന്നെ ഛർദ്ദിപ്പിക്കേണ്ട സമയമായി. And God, the time has come that he will vomit, and God, the time has come. ദൈവത്തിന് സഭകളോട് മനസ്സലിയേണ്ട കാലമായി. And God is the time has come that God is merciful to the church. ദൈവത്തിന് കരുണ കാണിക്കേണ്ട സമയമായി. And the time has come that God has no show The merciful. appointed time has come. The appointed time has come. ദൈവത്തിന്റെ നിയമിച്ച സമയത്തിലേക്ക് വന്നു. And we have come to the appointed time of God. ഇനി ശത്രു പിടിച്ചു വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. Now the enemy cannot hold it. അവന് സ്വസ്ഥത ദൈവം കൊടുക്കത്തില്ല. God will not give peace to the enemy. ഇന്ന് രാത്രി നിന്റെ നന്മയെ പിടിച്ചു വെച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ ദൈവം സന്ദർശിക്കുന്ന രാത്രി എന്നാണ് ഞാൻ പറഞ്ഞത്. Tonight, whatever your blessing the enemy has taken of all, God is going to deal with it tonight. ആമേൻ. Amen. Hallelujah. ആമേൻ. Amen. പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. He cannot hold it anymore. ഈ യോന ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവനെ നിനവെ പട്ടണത്തിലേക്ക് പോകാൻ പറഞ്ഞ അവൻ പോയത് തർശീസിലാണ്. And we know about Jonah. Once he was told to go to Nineveh, but he went to Tarshish. തർശീസിൽ പോയെങ്കിലും അവന് സ്വസ്ഥത കിട്ടിയില്ല. Even though he went to Tarshish, but he was not at peace. അവന് നമുക്കറിയാം, സ്റ്റോറി അറിയാം, മത്സ്യം അവനെ വിഴുങ്ങി. And we know the story, the whale swallowed him. 3 പകലും 3 രാത്രി അവൻ എവിടെയായിരുന്നു? മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. And Jonah was in the stomach of the whale for 3 nights and 3 days. ഒന്ന് ഓർത്തു നോക്കിയേ മത്സ്യത്തിന്റെ കഷ്ടം. And imagine the trouble of that fish. ഫ്രഷ് ആയിട്ട് ഒന്നും കഴിക്കാനും പറ്റത്തില്ല. And the fish cannot eat anything fresh. 3 ദിവസം ഇവൻ അകത്ത് കിടക്കുന്നത് കൊണ്ട് മത്സ്യത്തിന് ഒരു സ്വസ്ഥതയില്ല. And 3 days this man is inside the stomach. That's why the fish was not at peace. ആമേൻ. അവനല്ല കുഴപ്പം, It's not a problem for him. മത്സ്യത്തിനാ കുഴപ്പം. The issue was for the വിഴുങ്ങിയ മത്സ്യത്തിനാ കുഴപ്പം. The issue was with the fish who swallowed. മത്സ്യം എപ്പ ഇവനെ ഛർദ്ദിക്കുന്നോ എന്ന് അവൻ വെയിറ്റ് ചെയ്യുക. And he is just waiting when this fish will vomit him. ഇന്ന് രാത്രി എനിക്ക് അതാ പറയാനുള്ളത്. And even tonight, that is what I need to say. കിട്ടിയ ചാൻസിൽ മത്സ്യം അങ്ങ് വിഴുങ്ങി. And as soon as the fish swallowed Jonah, കിട്ടിയ ചാൻസില് സ്വത്രം ചിലതിനെ വിഴുങ്ങി.
And as soon as he got the opportunity, he വിഴുങ്ങി swallowed. കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് അങ്ങ് ദഹിക്കുന്നുമില്ല, And after he swallowed, he understood that it's not digestible. ഇതൊന്ന് പുറത്ത് പോന്നുമില്ല. And it's not going out. അകത്ത് വെച്ച് ഭയങ്കര അസ്വസ്ഥത. And it's so much ഇന്ന് discomfort. രാത്രി പിശാചേ നിനക്ക് പണി കൊടുക്കുന്ന രാത്രിയായിരുന്നു. And tonight the enemy, you're going to get the work. എനിക്ക് ഈ ദൂതിന്റെ ആഴത്തിൽ കുറച്ചുകൂടി കട്ടിയോടെ പറയണമെന്നൊക്കെ ഉണ്ട്. ഈ മത്സ്യത്തിന്റെ അവസ്ഥ 3 ദിവസം And imagine the life of this fish. വേറെ ഒന്നിനെയും തൊടാൻ പറ്റുന്നില്ല, Cannot touch anyone. കഴിക്കാൻ പറ്റുന്നില്ല, This fish is not able to eat. ഉറങ്ങാൻ പറ്റുന്നില്ല, This fish is not able to sleep. ഈവൻ അകത്ത് മരിച്ചിട്ടും ഇല്ല, And this person is not dead. ഈവൻ ദഹിക്കുന്നുമില്ല. And it's not digestible. ഓ ഇത് അകത്ത് കിടന്ന് ഇവൻ തുള്ളുന്നു. And this person is inside, is jumping. ദൈവത്തിന്റെ ആത്മാവ് ഇവനോട് ഇടപെടുമ്പോ അവിടെയും സ്വത്രം പറയുവാ ഇവൻ. And again, Jonah, he's praising God. അവിടെ ദൈവം പറഞ്ഞു, എന്റെ ഭാവനയിൽ ഞാൻ പറയുവാ, And in my imagination, I'm telling. എടാ നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോടാ? Do you have നിന്നോട് ഞാൻ നിനവെ പട്ടണത്തിന് പോയി ദൂത് പറയാനല്ലേ പറഞ്ഞേ? initially I asked you to go to Nineveh and tell the നീ message. എന്തിനാ തർശീസിന് പോയത്? Why did you have to go to Tarshish? അപ്പോ യോന അവിടെ നിന്ന് പറയുവാ, And again, Jonah is speaking. ഓ ദൈവത്തിന്റെ എപ്പോഴും ഇത് തന്നെ, എല്ലാരും മുൻപ് ഒരു ദൂത് പറയിപ്പിക്കും, പിന്നെ അവര് നിലവിളിച്ച് കരയൂ, എന്നിട്ട് ആ വരാൻ പോകുന്ന ദോഷമല്ല അങ്ങ് ക്ഷമിക്കും, പിന്നെ അവരെ മുൻപ് ഞാനാ ചീറ്റി പോകുന്നത്. And first of all, God says that I will bring destruction on them, but then God has mercy on them, and God delivers those people, and then I am cheated. And അടുത്ത പ്രാവശ്യം ദൂത് പറയാൻ പോകുമ്പോ അവരെല്ലാം ചിരിക്കും, പണ്ടൊരു ദൂത് പറഞ്ഞു എന്ത് പറ്റി? And again, these people will mock at me because what happened to the counsel which was told before. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നുമില്ല. And that's why I'm not going. എടാ ഇപ്പൊ ഇങ്ങ് മാനസാന്തരപ്പെടുവോ? And are you going to repent now? ഇനി എന്താ വിധിയില്ലല്ലോ. And now there no more chance. അന്നേരം മീനിനോട് കർത്താവ് പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ മീന് ഇവനെ വിഴുങ്ങിയത് എവിടെ അറിയോ? നടുക്കടലില. And where did the whale swallowed Jonah? It was middle of the sea. പക്ഷേ ഇവനെ ഛർദ്ദിച്ചത് എവിടെ അറിയോ? But where was he vomited? കരയില. On the shore. ഇതാണ് ചിന്തിക്കേണ്ട വിഷയം. And this is what we need to think. ഇവനെ കടലിൽ തന്നെ ദൈവം ഛർദ്ദിക്കാൻ പറഞ്ഞു, കടലിൽ തന്നെ ഛർദ്ദിച്ചിരുന്നെങ്കിൽ Imagine if he vomited in the sea. വെള്ളം കുടിച്ച് ചത്തുന്നേ. And again he would have drank water and he would have died. പക്ഷെ ഇവനെ കരയിലും കെട്ടണം. But again he need to go take him to the ഇവനൊരു shore. ബുദ്ധിയും പഠിപ്പിക്കണം. And you need to teach him a lesson. ശത്രുവിന് ഒരു പാഠവും പഠിപ്പിക്കണം. And need teach a lesson to the enemy. സ്തോത്രം. Amen. മനസ്സിലാകുന്നുണ്ടോ? Amen. ഇന്ന് രാത്രി And tonight. നിന്റെ നഷ്ടം ഇന്ത്യയിൽ വെച്ച് സംഭവിച്ചെങ്കിലും And if your loss is in India. നീ ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നത് കൊണ്ട് And just because you're in Australia. വീണ്ടും ഇന്ത്യയിൽ കൊണ്ടുപോയി ഇട്ടേക്ക എന്നല്ല പറയുന്നേ. And so that it will go again, it's not saying that. ഇന്ത്യയിൽ നിനക്ക് നഷ്ടപ്പെട്ടതിന് ഈ ഓസ്ട്രേലിയയില് 7 മടങ്ങ് ദൈവം മടക്കി നിന്റെ പക്കലേൽപ്പിക്കും. And what you lost in India, God is going to give you 7-fold in Australia, and He will restore you. അവന് പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. He cannot take it back from ഇനി you. പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. He cannot hold it back എത്ര from പേര് you. പറയുന്നു How many of you believe എന്റെ that? നന്മ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല? My blessing എന്റെ is വിടുതലിന്റെ സമയമായി, and my time എന്റെ has അത്ഭുതത്തിന്റെ സമയമായി, my time has come. എന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന സമയമായി, Time has come for the ministry. ദൈവം വിളിച്ച വിളിക്കൊത്തവണ എന്നെ മാനിക്കേണ്ട സമയമായി. The time has come to honor me according to the calling of God. ശബ്ദമുയർത്തി സ്തോത്രം പറ. Oh, can you raise your voice and praise ഇതുവരെ God? ശത്രു പിടിച്ചു വെച്ചു, And till today the enemy took hold of you. പക്ഷെ അത് ഞാൻ പിടിച്ചെടുക്കാൻ പോവുക. I'm going to restore it back. ആമേൻ, Amen. ആമേൻ. Hallelujah. Amen. നിങ്ങൾക്കിപ്പോ പിടികിട്ടിയോ റെസ്റ്റോറേഷനും റെസ്റ്റിറ്റ്യൂഷനും ഉള്ള വ്യത്യാസം? Now I hope you understand what is restoration and what is restitution. 100 രൂപ നഷ്ടപ്പെട്ടു, If you lost 100 rupees, തിരിച്ച് 5-10 കൊല്ലം കഴിഞ്ഞിട്ട് നിനക്ക് 100 രൂപ തിരിച്ചു തന്ന അതുകൊണ്ട് എന്ത് പ്രയോജനം? after 5 years again if you get that 100 rupees back, what is the benefit? പക്ഷെ ദൈവം 100 രൂപ നഷ്ടപ്പെട്ടത് 2010-ലാണെങ്കിൽ And if you lost 100 rupees in 2010,
2024 വരുമ്പോ And in 2024, അത് 7 മടങ്ങാക്കി and it can convert into അതിന്റെ 7 പലിശ കൂട്ടി and with the interest. ഇന്നത്തെ കൺവെൻഷൻ റേറ്റില് അത് നിനക്ക് മടക്കി തരും. And according to the today's conversion rate, God will return back to you. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ. And that is what is restitution. അത് തന്നെ ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നു. And that is what God is going to do for this church. അത് തന്നെ ഈ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നു. That is what God is going to do this people. അത് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറ. And how many of you believe that God is going to do this? They can say amen for that. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Praise the Lord. പിശാചിനെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. The enemy cannot control, cannot hold it back. അതിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. The enemy cannot hold it back. ആമേൻ. Amen. നേരോടെ നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. Who walks uprightly, they will not lack any blessing. ദൈവത്തിന്റെ വചനം പറയുന്നു. And the word of God says, അപ്പോസ്തല പ്രവർത്തനം 2:24 പറയുന്നു. and Acts chapter 2 verse 24 says, കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. even the tomb could not, hallelujah, hold him back. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ Even death പറ്റുകയില്ല. could not hold him back. നിന്റെ നന്മയ്ക്ക് ശത്രു ഇനി പിടിച്ചു വെക്കാൻ The പറ്റുകയില്ല. enemy cannot hold your blessings back. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, In the name of Jesus ഇന്ന് രാത്രി tonight. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ ദൈവജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ And as the children of God praise together, ചില റിലീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. oh, some release are happening. ചില Amen. റിലീസുകൾ Oh, നടന്നുകൊണ്ടിരിക്കുന്നു. God is releasing your blessing. നിനക്ക് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, And the promise which God told you. ദൈവം നിന്നോട് ഇടപെട്ട ദൂതുകൾ, And the promise which God told you, the counsel. പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചത് Oh, through prophets of what you have ഇന്ന് heard. രാത്രി യേശുവിന്റെ നാമത്തിൽ And tonight in the name അത് of റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. Oh, it's going to release. അത് റിലീസ് tonight. ആയിക്കൊണ്ടിരിക്കുന്നു. Oh, it's releasing now. നോ മോർ ഡിലേ, No more, hallelujah. നോ മോർ delay. ഡിലേ. No more delay for that ഇനി now. താമസമാകത്തില്ല. No more delay for that. നിന്റെ അപ്പോയിന്റഡ് ടൈം വന്നിരിക്കുന്നു. Your appointed time has come. പിടിച്ചെടുക്കേണ്ട സമയം വന്നിരിക്കുന്നു. Oh, the time to restore. യേശുവിന്റെ നാമത്തില് In the mighty name of Jesus. അത് സംഭവിക്കും. And it will happen. അത് സംഭവിക്കും. It will happen. ആമേൻ. Amen. ഒന്ന്, പിശാചിന്റെ വയറ്റിൽ നിന്ന് സകലതും ഛർദ്ദിപ്പിക്കും. And one, when God is able to vomit whatever the enemy has swallowed. അവനോട് അപേക്ഷയല്ല, It's not a request. അവന്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിപ്പിക്കണമെങ്കിൽ It's not to vomit out of his stomach. തമ്പുരാൻ ഇങ്ങനെ പറയുന്നു. And God says, അവന്റെ കഴുത്തേക്ക് നെക്ക് താഴെ കുനിച്ചു വെച്ചിട്ട് പുറത്തിരുന്ന് 2 ഇടി കൊടുക്കുമ്പോ തിന്നതല്ല, വിഴുങ്ങിയതല്ല, മൊത്തം ഛർദ്ദിക്കും. and when God bends him and back on his back, when he hits him, and everything it will swallow, he will vomit. ആമേൻ. ആമേൻ. Amen. അവൻ ഇങ്ങനെ കുനിച്ചു വെച്ച് 2 ഇടി ഇടിക്കുമ്പോ അവൻ വിഴുങ്ങിയത് മൊത്തം പുറത്തു വരും. And he bends and gives him back on his back, then whatever he has swallowed, he will vomit. അത് തന്നെ ദൈവം ചെയ്യാൻ പോകും. And that is what God is going to do. 2, And second thing, നിന്റെ നന്മ your blessing, നിനക്ക് കിട്ടേണ്ടതിനെ what you're supposed to receive. അടക്കി പിടിച്ചു വെച്ച് And if you hold it back, തരികയില്ല എന്ന് വാദിക്കുമ്പോ and when they say it will not be released, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, and the Holy Spirit says, ഞാൻ പുറത്തെടുക്കും, and I will bring it ഞാൻ out. പുറത്തെടുക്കും. I will bring it out. പിശാചിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. Enemy cannot hold it back. 23 തീരുന്നതിന് മുൻപ്, Before 23 finishes, അല്ലല്ലേ 24-ാമത്തെ ആണ്ട് തീരുന്നതിന് മുൻപ്, before the year 2024 ends, 25-ാമത്തെ ആണ്ടിലേക്ക് നിങ്ങൾ കേറുന്നതിന് മുൻപ്, as you enter, just before you enter 2025, ദൈവം പറഞ്ഞത് സകലതും ഞാൻ പിടിച്ചെടുക്കും. whatever God has told you, He will restore വാഗ്ദത്തം ഞാൻ back. പിടിച്ചെടുക്കും. He will restore it back. യേശുവിന്റെ നാമത്തില് In the name of Jesus. പൂട്ടിയിടാൻ പറ്റുകയില്ല. Oh, cannot lock you anymore. ശത്രു പൂട്ടിയിട്ടു. And the enemy locked you. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടു. And the Peter was in the prison. ഹെരോദാന് സന്തോഷമുണ്ട്. And Herod was happy. യാക്കോബിനെ കൊന്ന സന്തോഷമുണ്ട്. And he was happy because he killed James.
പത്രോസിനെ ഈസി ആയിട്ട് കൊല്ലാമെന്ന് പദ്ധതിയുണ്ട്. And he had a plan to kill Peter also very easily. ചിലതിനെ പിടിച്ചടക്കിയിട്ടിരിക്കുക, And so some things they have taken hold ചിലതിനെ of. ലോക്ക് ചെയ്തിരിക്കുക. Oh, some things are being ഞാൻ locked. പ്രവചനത്തിൽ ദൂതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. And I'm telling the prophecy. ചിലതിനെ പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുക. And some things have been locked. കഴിഞ്ഞ കാലത്ത് യാക്കോബിനെ പിടിച്ചപ്പോൾ സഭ വിട്ടുകൊടുത്തു. And once James was caught, the church just handled them. യാക്കോബിനെ പിടിച്ചപ്പോൾ സഭ വിട്ടുകൊടുത്തു. And the church gave up when James was caught. ഹല്ലേലൂയ. Amen. പക്ഷെ പത്രോസിനെ പിടിച്ചപ്പോ But when Peter was caught, സഭ പറഞ്ഞു ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല, but the church said, we are not going to give up ഞങ്ങൾ anymore. We വിട്ടുകൊടുക്കത്തില്ല. are not going to give up ഇന്ന് anymore. രാത്രി യേശുവിന്റെ നാമത്തിൽ Oh, tonight in the name of Jesus. സഭയിൽ വരുന്ന ആത്മാക്കളെ തടയുന്ന അന്ധകാര വ്യാപാരത്തെ, Oh, the enemy which holds the people. കുടുംബങ്ങളെ തകർക്കുന്ന അന്ധകാര ശക്തിയെ Oh, the enemy, the power which breaks the സഭ family. ഒറ്റക്കെട്ടായിട്ട് അതിനെ ശാസിക്കാൻ പോകുന്നു. Oh, the church, but with one accord, going to rebuke. യേശുവിന്റെ നാമത്തില്, In the name of Jesus. യേശുവിന്റെ നാമത്തില് In the name of Jesus. പത്രോസിനെ തൊടാൻ പറ്റുകയില്ല. Oh, you cannot touch Peter. Hallelujah. നിങ്ങളത് ശ്രദ്ധിക്കണം. Amen. Listen carefully. ഇന്ന് യാക്കോബിനെ പിടിച്ച And today James was അവൻ caught, രുചി പിടിക്കും. and they were happy. ഒരു കുടുംബം പോയാ Oh, one family goes, അടുത്ത കുടുംബത്തെ പിടിക്കാൻ ഈസിയാ. and the second, it is easy to catch another സഭയെ family. തകർക്കാൻ ശത്രു ഇടുന്ന പദ്ധതികളെ And that is the plan of the enemy. തിരിച്ചറിഞ്ഞുണ്ട്. Oh, we need to realize that. ഓ പോയ പോട്ട് നമുക്കെന്നെ And if they എന്ന് go, പറഞ്ഞിരിക്കരുത്. don't be casually. ഈ go. ശത്രു നാളെ നിന്റെ കുടുംബത്തിനും തൊടും. And this enemy will touch your അതിന് family. നീ അവസരം കൊടുക്കരുത്, And do not give them the opportunity. അവസരം കൊടുക്കരുത്. Do not give them the opportunity. സഭ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. Oh, and church prayed with one സഭ accord. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. Oh, church prayed with one accord. കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി Oh, and the angel of the God. അടഞ്ഞ വാതിലുകളെ തുറന്നു. And all the doors, closed doors were open. പത്രോസിനെ കാരാഗ്രഹത്തിൽ പൂട്ടിയിടാൻ പറ്റുകയില്ല. And they could not lock Peter. നിന്റെ നന്മയെ പൂട്ടിയിടാൻ പറ്റുകയില്ല. Oh, you cannot lock your blessing. യേശുവിന്റെ നാമത്തിൽ Oh, in the name of Jesus. പുറത്തു വരുന്നു. Oh, it'll come out. നിന്റെ നന്മ പുറത്തു വരുന്നു. Come out. Your blessings are നിന്റെ coming വിടുതൽ പുറത്തു വരുന്നു. out. Your deliverance is coming നിന്റെ out. അഭിഷേകം പുറത്തു വരുന്നു. Anointing is coming out. ഓ നിന്റെ വാഗ്ദത്തം പുറത്തു വരുന്നു. Promise is coming out. നമ്പർ 3, Hallelujah. Number 3. God told me to tell you, ദൈവം പറഞ്ഞു, I will restore my people's health. ഞാൻ അവരെ ആരോഗ്യത്തെ Amen. മടക്കി Hallelujah. തരാൻ പോകുന്നു. And I will restore my people's health. ആമേൻ. Amen. എത്ര പേര് അത് വിശ്വസിക്കുന്നത് How many of you എനിക്കറിയത്തില്ല. believe that? എത്ര പേര് വിശ്വസിക്കുന്നത് How many of you എനിക്കറിയത്തില്ല. believe that? നിന്റെ ആരോഗ്യം മടങ്ങി വരാൻ പോകുന്നു. Oh, God is going to restore your health. നിന്റെ ആരോഗ്യം മടങ്ങി വരാൻ പോകുന്നു. God is going to restore your health. ആരോഗ്യം മടങ്ങി വരാൻ പോവാ. God is going to restore your health. നഷ്ടപ്പെട്ട ആരോഗ്യം And the health which you've lost, ദൈവം മടക്കി തരാൻ പോകുന്നു. God is going to give you, restore you. യെരമ്യാവിന്റെ പുസ്തകം The book of Jeremiah 30:17. at chapter 30 verse 17. അവൻ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മുറിവുകളെ ഞാൻ പൊറപ്പിച്ച് നിന്റെ ആരോഗ്യത്തെ ഞാൻ മടക്കി വരുത്തുമെന്ന്. I will heal your wound and I will restore your health. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that? Amen. ദൈവം മടക്കി തരുമെന്ന് പറഞ്ഞ, And if God has promised that he will restore you, നിന്നെ ജനിപ്പിച്ചപ്പം ഉണ്ടായിരുന്ന അതേ ആരോഗ്യം, and when you were born, the health which you had, ആമേൻ, amen, അതിലേക്ക് നിന്നെ ദൈവം മടക്കി കൊണ്ടുവരാൻ and പോകുന്നു. God is going to restore you that health. ഇന്ന് രാത്രി രോഗസൗഖ്യങ്ങൾ ഇവിടെ നടക്കും. And tonight God is going to heal you. എനിക്കറിയത്തില്ല, ഈ സ്പൈനൽ കോഡിൻ്റെ ഈ ഭാഗത്തിൽ വളരെ വേദന ഉള്ള, നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ചിലതിനെ ദൈവാത്മാവ് ദർശിക്കുന്നു. And Holy ഇന്ന് Spirit, രാത്രി ദൈവം
അവരെ സൗഖ്യമാക്കാൻ പോകുന്നു. And tonight the Holy Spirit is going to touch the person who are in pain on the neck because of the spinal cord ചില issues. മുഴകളെ ദൈവം അപ്രത്യക്ഷമാക്കാൻ പോകുന്നു. And some tumors God is going to ചില ഡോക്ടർമാരുടെ വിധികളെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. and some of the reports of doctors God is going to ഇന്ന് cancel that. രാത്രി ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടാൻ പോകുന്നു. And tonight God is going to extend the hand of healing. ദൈവം നിനക്ക് സമ്പത്ത് മാത്രമല്ല തിരിച്ചു തരുന്നത്, Not only the financial blessing is going to return to you, നിന്റെ ആരോഗ്യത്തെ മടക്കി തരാൻ പോകുന്നു. even your health God is going to restore. യേശുവിന്റെ നാമത്തില്, In the name of Jesus. യേശുവിന്റെ നാമത്തില് In the name of Jesus. വയറ്റിന്റെ ആ ഭാഗത്ത്, വയറ്റിന്റെ അടിവയറ്റിന്റെ ഭാഗത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ബാധകൾ, ഭയങ്കര വേദനകൾ, ഡോക്ടർ അത് സർജറിക്ക് വിധി എഴുതിയത് ഇന്ന് രാത്രി യേശു തൊട്ട് സൗഖ്യമാക്കുന്ന രാത്രിയാ. And if you have the stomach issues and doctor has declared surgery, but God is going to heal you tonight. ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ രാത്രിയാ. Because tonight is the night of deliverance. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ആരോഗ്യത്തെ മടക്കി തരാൻ പോകുന്നു. Because God said, I will restore your health. ഞാൻ നിന്റെ ആരോഗ്യത്തെ മടക്കി തരാൻ പോകുന്നു. Because God said, I will restore your health. ഇന്ന് രാത്രി എത്ര പേര് വിളിച്ചു പറയോ? And tonight, how many of you are ready to? BP എന്നെ കണ്ട പേടിക്കും. And BP will be scared of me. അത് പറഞ്ഞപ്പോൾ ചിലർ കൈ പെട്ടെന്ന് താത്തിട്ടു. And then they some immediately put their hand down. ഷുഗർ എന്നെ കണ്ട പേടിക്കും. And if the sugar sees me, it will fear. ഏത് രോഗമാണെങ്കിലും എന്നെ കണ്ട പേടിക്കും. No matter what diseases it will fear, it will be scared of me. പിശാച് രോഗം ഇടുന്ന കുപ്പത്തൊട്ടി അല്ല ഞാൻ. And it's not the enemy. I'm not a vessel that enemy brings sickness. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. Because I am the temple of God. Hallelujah. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ one thing I will declare, the chain God will establish. ദൈവം അത് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യും. God will establish. That's what I declare. Hallelujah. സ്തോത്രം. Amen. ചിലർക്ക് പറയാൻ പോലും മടിയാ. And some people are even afraid to declare. ഓ BP അതിൽ കോമൺ അല്ലയോ? And BP is how can it change? It's a common disease. Yeah, it's a very common disease. Everybody having BP. Nowadays everyone has BP. Sugar is common. And even the sugar is nowadays very common. ഞാൻ വചനം വായിച്ചപ്പം ഇന്ന് വരെ ഞാൻ വിശ്വസിക്കുന്നതിന്, When I read the word of God and what I believe, ഇസ്രായേൽ ജനം 40 കൊല്ലം മരുഭൂമിയിൽ യാത്ര ചെയ്തിട്ട് അവരില് ഒരുവൻ പോലും ബലഹീനനില്ലായിരുന്നു, and we know രോഗിയില്ലായിരുന്നു. the people of Israel, they travel in the wilderness, but none of them was sick. No one was sick among them. എന്നാ കാരണം? And what was the reason? പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണായിട്ട് ദൈവ സാന്നിധ്യം പിന്തുടരുമായിരുന്നു. Because the presence of God was covering them, was following them on the day with clouds of pillars. ഹലോ, Amen. ഇപ്പൊ ദൈവ സാന്നിധ്യം ഇല്ല. Nowadays no presence of God. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ മറയുന്നുമില്ല. And we are not covered in the presence of God. എല്ലാം കയറി വരിക. And all the sickness are coming. നിങ്ങൾ നോക്ക, ഈ രാത്രി നമ്മളെല്ലാ വീട്ടിലും ഉറങ്ങേണ്ട സമയം എല്ലാ ലൈറ്റും ഓഫ് ചെയ്യും. And when we turn off all the lights in the night, ഇപ്പൊ രാത്രി കാലത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ പ്രവേശിക്കുന്ന ചില ഗസ്റ്റുകളുണ്ട്. and when everyone is asleep, some guest comes in a house. ആമേൻ. മിസ്റ്റർ പാറ്റ, മിസ്റ്റർ പല്ലി, And all എലി, cockroaches and lizards and rats. ഇവരൊക്കെ എല്ലാ ലൈറ്റും അണയ്ക്കുമ്പോൾ വരും. And when the lights are switched off, they all come in. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ നിങ്ങൾ എന്തെങ്കിലും രാത്രി അടുക്കളയിൽ കയറി വരികയാണെങ്കിൽ And if you go to the kitchen to get water, ആ ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാ മതി. and just turn the switch on, ഒരു സൗണ്ട് കേൾക്കാം. and we can hear the noise. ഒരു സൗണ്ട് കേൾക്കാം. And we'll hear one noise. അപ്പൊ എല്ലാം ഓടി മറയും. And everything disappear. എന്നാ കാരണം? What is the reason? ലൈറ്റ് വന്നു. Because of the light. നിന്റെ ലൈറ്റ് കത്തിയ, And if your light is switched on, വചനത്തിന്റെ ശക്തി നീ തിരിച്ചറിഞ്ഞ, if you realize the power of the word of ഇതൊക്കെ God, ഓടി മറയും. and all the sickness will all സ്വത്രം disappear. പറയുന്നില്ല. Amen. Hallelujah. Hallelujah. And in our life, നിർമ്മല മനസ്സോടെ
and be innocent. ദൈവസന്നിധാനത്തില് And in the presence of God, സന്തോഷത്തോടെ with joyful. ആമേൻ Amen. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് And you have the freedom to do anything ദൈവവചനത്തിന്റെ അടിസ്ഥാനത്ത് according to the word of God. ആമേൻ ദൈവഭയത്തിൽ And fear of God. ദൈവ സാന്നിധ്യം നിങ്ങളെ വിട്ട് പോകാതെ നിങ്ങൾ സൂക്ഷിച്ച And if you can take care that presence of ഒരു God will not രോഗമോ രോഗത്തിന്റെ ആത്മാവോ നിങ്ങളുടെ അരികിൽ വരികയില്ല. be- and no sickness or the spirit of sickness will come near you. അത് വിശ്വസിക്കുന്ന ആമേൻ പറ. And those who believe can say amen. വന്നതിന് എന്ത് ചെയ്യണം? And what can I do for what already have? അതിനെ റിസ്റ്റോർ ചെയ്യാന്നാ ദൈവം പറഞ്ഞേ. But God says I can restore you. അതിനെ ദൈവം മടക്കി തരുമെന്ന് പറഞ്ഞേ. And it says I will give you ഞാൻ നിന്റെ ആരോഗ്യത്തെ മടക്കി തരും. And God said I will restore your health. ഇപ്പോൾ യേശുവിന്റെ നാമത്തില് In the name of Jesus. somebody shout I receive it. I receive the ഞാൻ healing. യേശുവിന്റെ നാമത്തില് In the name of Jesus. എന്റെ ആരോഗ്യം ഞാൻ മടക്കിയെടുക്കുന്നു. I receive my health. നിങ്ങൾ എത്ര വർഷം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു? How many years would you like to live? What you desire? 120 സംവത്സരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആമേൻ പറ. And if you desire to live 120 years, can you say amen? Amen. ഞാൻ ആമേൻ പറയാൻ പറഞ്ഞു, പ്രൈസിനോട് പറയാൻ പറഞ്ഞില്ല. I said to say amen. ഒന്നുകൂടി പറയട്ടെ. മോശ പറഞ്ഞു മനുഷ്യന്റെ ആയുഷ്കാലം 70 ഏറിയ 80. And Moses അല്ലയോ? said, എന്നിട്ട് പുള്ളി 120 വരെ ജീവിച്ചു. and Moses lived for 120 years. നമ്മൾ അതിനെ കയറി പിടിച്ചു. And we took hold of that. സ്വത്രം അതിനെ കയറി പിടിച്ചു. മനുഷ്യന്റെ ആയുസിനെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയത് എവിടെ അറിയോ? And where did God come to an end with the man? ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനം കൊണ്ടുവന്ന് നിർത്തിയത് എവിടെ അറിയോ? And in the book of Genesis we can see 120 അത് മറന്നു. 120 years. അത് നമ്മൾ മറന്നു. And we forgot that. ഇപ്പൊ പിടിച്ചിരിക്കുന്നത് എന്നാ അറിയോ? And what did we hold on to now? 70 ഏരിയ 80. Maybe 70 or 80. പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. അവരൊന്ന് കഴിച്ച ആഹാരത്തിന്റെ ഇതിന് ജീവിത ശൈലി കൊണ്ടാ. ഇപ്പൊ എല്ലാം മെഡിസിൻ ആണല്ലോ. നമ്മൾ അവിടെ ഒന്നും പോത്തില്ല. ഇവര് തന്നെ ഡിസൈഡ് ചെയ്തു. And we ourselves decided that we won't live to that age because our grandfathers they lived a healthy lifestyle. 60 ആകുമ്പോ തന്നെ നെറ്റ് ബോൾട്ട് എല്ലാം ലൂസ്. And even at the age of 60, all the nut bolt, everything is. 70 ആകുമ്പോ പോകാൻ റെഡി ആവുന്നു. And by 70 we are ready to go. 80 ഞാൻ കർത്താവിടാ ജീവിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, എനിക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, പൊക്കോളാന്ന് പറയൂ. And even after 80 we say, I don't want to live anymore, I'm ready to go. എന്റെ പൊന്നെ, വേണ്ടാത്തത് ചിന്തിക്കരുതേ. Don't think all this what we ദൈവ do. ആയുസ് എത്ര തന്നാലും സ്വത്രം. And whatever life God gives us. പക്ഷേ നീ രോഗമില്ലാതെ ജീവിക്കണം. But you need to live a healthy life. രോഗിയല്ലാതെ You ജീവിക്കണം. need to live a healthy life. നിന്റെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമാണ്. Because our heart is a temple of എത്ര God. പേര് How വിശ്വസിക്കുന്നു? many of us believe that? ഇന്ന് രാത്രി ആ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കാൻ പോകുന്നു. And we are going to receive that healing. Somebody shout, I will live long life. I will live long life. Can you shout that? സങ്കീർത്തനം 27:13 എന്ന് തോന്നുന്നു. Psalms 27:13 says, അങ്ങനെയല്ലേ പറയുന്നത്? ഞാൻ ജീവനോടെ ഇരുന്ന് the goodness of God. അപ്പൊ 120 വർഷവും ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ ഞാൻ വർണ്ണിക്കുമെന്ന്. സ്വത്രം ജീവനുള്ള ദേശത്ത് I will in the land of living. യഹോവയുടെ നന്മ ഞാൻ കാണും. കാണും. I will see the goodness of the Lord in the land of the living. കണ്ടില്ലെങ്കിൽ അയ്യോ, കാണും. ഞാൻ നന്മ കാണും. I will see the goodness of the തലമുറ Lord. തലമുറയെ ഞാൻ കാണും. And I will see generation ജനിക്കാൻ after പോകുന്ന generation. തലമുറയ്ക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പ്രവചിക്കും. And I will prophesy for the generation to come. ഇതുവരെ ജനിക്കാത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുക. And I am going to prophesy for the യേശുവിന്റെ generation നാമത്തിൽ to എന്റെ come. തലമുറ അനുഗ്രഹിക്കപ്പെട്ട Oh, തലമുറ. let my generation be എന്റെ blessed. തലമുറ അഭിഷക്ത തലമുറ. Oh, let my generation be എന്റെ anointed. തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ. Oh, let my generation be Come on, blessed. somebody open your mouth and Amen. proclaim it. Hallelujah. Amen. Amen. Hallelujah. You Praise must the Lord. every day you must proclaim this. And hallelujah. Every morning I will give you a homework. Amen. Tomorrow onwards, what you have to do every morning in front of the mirror, you have to stand in front of the mirror and say, hey, come on, from the head to toe I cover with the precious blood of Jesus Christ. Amen.
യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ കവർ ചെയ്തിരിക്കുന്നു. Amen. Amen. I'm covered with the blood of Jesus. യു ടച്ച് ഫ്രം ദ തലയോട്ടി മുതൽ അകത്തിരിക്കുന്ന ബ്രെയിൻ മുതൽ എല്ലാ പാർട്സിനും പറഞ്ഞു യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. ഇതെല്ലാം ക്ലീൻ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. And I have sealed my body with the precious blood of Jesus, and it's going to function clearly. ആമേൻ. Amen. 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 ആമേൻ. Amen. എൻ്റെ കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാകും. And my eyes എൻ്റെ have ചെവിക്ക് good നല്ല sight. കേൾവി ഉണ്ടാകും. Oh, I'll have good hearing. നല്ല ടേസ്റ്റ് കണ്ട് മണം പിടിച്ചെടുക്കും. And I can smell nice. സ്തോത്രം. Amen. സ്തോത്രം. Amen. സ്തോത്രം. Hallelujah. എൻ്റെ ഹാർട്ട് നല്ല ഫങ്ഷൻ ചെയ്യുക. And my heart will എൻ്റെ function മസിൽസ് properly. സ്ട്രോങ് ആയിരിക്കുക. Oh, my muscles will be ഓ strong. പ്രൈസ് ദി ലോർഡ്. Amen. എൻ്റെ ബൈസെപ്സും ട്രൈസെപ്സും എല്ലാം പക്കായിരിക്കും. And my biceps and triceps all will be fit and പറ working. വാതുറന്ന് പറ. What's wrong? Praise the Lord. Hallelujah. Thank you, Lord. Time is up, brother. ഇന്ന് രാത്രി Tonight, സൗഖ്യം ദൈവം തരും. God is the one who's healing. Amen. Amen. I will restore back. I will restore your health. Hallelujah. ജീവനുള്ള ദേശത്ത് Oh, in the land of the living, ഞാൻ ദൈവം ചെയ്യുന്ന നന്മ ഞാൻ കാണും. I will see the goodness of the Lord. അന്യര കണ്ണുകൊണ്ടല്ല, Not with other eyes. അന്യര കണ്ണുകൊണ്ടല്ല, Not with others' എൻ്റെ eyes. സ്വന്തം With കണ്ണുകൊണ്ട് my own eyes. ഞാൻ നന്മ കാണും. I will see the goodness of the എൻ്റെ Lord. തലമുറയുടെ നന്മ I കാണും. will see the goodness of my generation. ഈ സഭ വളരുന്ന ഞാൻ കാണും. I will see this church growing. ആത്മാക്കൾ നിറഞ്ഞ് കവിയുന്ന ഞാൻ കാണും. I will see that the church will Come on, overflowing come on. Come on, somebody declare. Somebody declare. Hallelujah. Somebody declare. Oh, declare. Hallelujah. ഞാൻ Hallelujah. ആരോഗ്യത്തോടെ ഇരിക്കും. I will be in good health. എനിക്ക് ദീർഘായുസ് ഉണ്ടാകും. I will live long എനിക്ക് life. സമാധാനം ഉണ്ടാകും. I will have peace. ഞാൻ സന്തോഷിക്കും. I will rejoice. ഒരു രോഗം എൻ്റെ അരികെ വരികയില്ല. Not even any ഒരു പിശാച് എന്നെ തൊടുകയില്ല. no enemy will touch me. യേശുവിന്റെ രക്തം കൊണ്ട് Oh, with the blood of Jesus, ഞാൻ കവറായിരിക്കുന്നു. I will be covered. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാ. My family will be blessed. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe? എഴുന്നേറ്റ് നിൽക്കുക. Can we all stand? അവൻ വിഴുങ്ങിയതിനെ And whatever he has swallowed, ദൈവം അവനെ കൊണ്ട് ഛർദ്ദിപ്പിക്കും. and God is able to vomit that out. അവന്റെ വായിൽ നിന്ന് ദൈവം പുറത്തെടുക്കും. And out of his mouth, he will bring it out. ഇന്ന് രാത്രി Tonight. നഷ്ടപ്പെട്ടതിനെ And whatever you have lost, ദൈവം മടക്കി തരും. God is going to restore you അത് 7 മടങ്ങായിട്ട്. sevenfold. നീ ഒത്തിരി നിന്ദിക്കപ്പെട്ടു. And you've been insulted. നീ അപമാനിക്കപ്പെട്ടു. You have been insulted a lot. ഒരിക്കലും ഗുണം പിടിക്കയില്ല എന്ന് പറഞ്ഞു. And you said you will never receive any blessing. പക്ഷെ ഇന്ന് രാത്രി But tonight, ദൈവം നിന്റെ അപമാനത്തിന് പകരമായി, but God is going to restore for all your shame, നിന്റെ അപമാനത്തിന് പകരമായി all your insult instead of your insult. ഇരട്ടിപ്പങ്കിന്റെ മാനം നൽകും. God is going to give you double honor.